ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ മനോജ്ഞമാ കവിത നെയ്ത വികാരമാ നീ എൻ്റെ ജീവനിൽ ഉണരുദേവാ. പഴയ കാലത്തിലേക്ക് ഒന്നുകൂടി നമുക്ക് പോവാം. ഇവിടെ നായകൻ ശ്രീകുമാർ എന്ന സ്ത്രീ ദിവസേന അമ്പലത്തിൽ പോകുമായിരുന്നു. തൊഴാനല്ലാട്ടോ, അമ്പലത്തിലെ ഫ്രണ്ടിൽ ആരും കാണാതെ അവൻ അവിടെ ചെന്ന് നിൽക്കും. എന്തിനാണെന്നോ, അവിടെ ഒരു പൂക്കച്ചവടം ചെയ്യുന്ന പെൺകുട്ടിയുണ്ട്. അവൾക്ക് കണ്ണു കാണില്ലായിരുന്നു. അവളെ കാണാനാണ് ദിവസേന സ്ത്രീ അവിടെ എത്തുന്നത്. താൻ ഭയങ്കര പണക്കാരനാണെന്നാണ് അവൻ അവളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതും അവന് ഒരു കള്ളത്തരം ഒപ്പിച്ചുകൊണ്ടാണ് അവളുടെ മുമ്പിൽ പണക്കാരനായി അവതരിപ്പിക്കുക. ദിവസേന ഒരു കാർ വരുമായിരുന്നു അവിടെ. ദിവസേന തൊഴാൻ വരുന്ന ആ കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവൻ ആ കാറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ കാറിൽ നിന്നും ഇറങ്ങുന്നത് പോലെ നടിക്കുന്നു. എന്നിട്ട് അവൻ കാറിൽ നിന്നും ഇറങ്ങിയ ആൾ ഇട്ടിട്ട് പോയ ചെരുപ്പം ഇട്ട് അവളുടെ അരികിലേക്ക് എത്തുന്നു. ചെരുപ്പിന്റെയും കാറിന്റെയും സൗണ്ട് കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു സ്ത്രീയാണ് വരുന്നത് എന്ന്. അവളുടെ മുമ്പിൽ അവൻ ഭയങ്കര പണക്കാരനാണ്. ദിവസേന ഒരു മുഴം മുല്ലപ്പൂ മേടിക്കുമായിരുന്നു. അങ്ങനെ അവർ എന്നും അമ്പലത്തിൽ വെച്ച് കാണും. ഒരു ദിവസം അവൻ നടന്നു പോകുമ്പോൾ ഒരു കള്ളുകുടിയൻ വന്ന് ഒരു കാറ് അവന് ഏൽപ്പിച്ചിട്ട് ഇത് നീ എടുത്തോ എന്ന് ബോധമില്ലാതെ പറയുന്നു. ശരിക്കും അവനെ തള്ളി കാറിന്റെ ഉള്ളിലേക്കിട്ട് ആ കള്ളുകുടിയൻ വിട്ടുപോകുന്നു. ഭയങ്കര പണക്കാരനായിരുന്നു ആ കള്ളുകുടിയൻ. അങ്ങനെ അവർ ഓടിച്ച് ശാലിനി എന്ന പൂക്കച്ചവടക്കാരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ചിക്കു എന്നാണ് അവളെ അവൻ വിളിച്ചിരുന്നത്. അവൻ അവിടെ ചെന്ന് അവളെയും കയറ്റി അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അപ്പൊ ശരിക്കും ഉറപ്പായി അവന് ശരിക്കും കാറുണ്ട് എന്ന്. അങ്ങനെ അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വീണ കാണുന്നു. ആ വീണ കാണുമ്പോൾ അവൻ ചോദിക്കുന്നു ചിക്കു പാടുമോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു എൻ്റെ അച്ഛൻ നല്ല പാട്ടുകാരനായിരുന്നു, ഞാനും വീണ വായിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കത് വായിക്കാൻ പറ്റില്ല, എന്താണെന്ന് ശ്രീ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു അതിലെ 2 കമ്പിയും പൊട്ടിയിരിക്കുകയാണ് എന്ന്. അവൾക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു റൗഡിയായ ആങ്ങള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം അവൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഒരു കുടുക്ക അവന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു വീണയുടെ 2 കമ്പി എനിക്ക് മേടിച്ചു തരുമോ, ഈ കുടുക്കയിൽ എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഉള്ളതിന് അത് മേടിച്ചു തരണം എന്ന്. 2 ഏലം വിറ്റാൽ മതി, ഈ 2 കമ്പി എനിക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ, ഈ കുടുക്കയിലെ പൈസയൊന്നും വേണ്ട എന്ന്. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പാകമില്ലാത്ത അവൻ അങ്ങനെ പറഞ്ഞ് ഗമയിൽ നടന്നു പോകുന്നു. അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുമോ? കാഴ്ച തിരിച്ചു കിട്ടിയാലും അവന് തന്നെ അവളെ കിട്ടുമോ?